പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഹിന്ദിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പക്ഷി ഔർ ദീമക് എന്ന കഹാനിയുടെ, മുക്തിബോധ് എഴുതിയിട്ടുള്ള കഹാനിയുടെ പാർട്ട് 2 ആണ്. 1ാമത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം ഈ പാർട്ട് 2 കാണുക. പക്ഷി ഔർ ദീമക് കഹാനിയിൽ പറയുന്നത് എന്താണ്? ഒരു യുവാവായ പക്ഷി ഉണ്ടായിരുന്നു. ഈ പക്ഷി വളരെ ഉയരത്തിൽ പറക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. പക്ഷേ പക്ഷി മടിയനായതുകൊണ്ട് ഒരു ദിവസം ഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു കാളവണ്ടി കാണുകയും ആ കാളവണ്ടിയിൽ ചിതലിനെ വിൽക്കാനുള്ളത് അറിയുകയും ചെയ്യുന്നു. ഒരു തൂവൽ കൊടുത്തു കഴിഞ്ഞാൽ 2 ചിതലിനെ തരാമെന്ന കാളവണ്ടിക്കാരന്റെ ആ വാക്കുകളെ വിശ്വസിക്കുകയും ചിതലിനെ തിന്നാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് നമ്മുടെ യുവാവായ പക്ഷി ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഓരോ ദിവസവും പക്ഷി കാളവണ്ടിക്കാരന് തന്റെ തൂവൽ പറിച്ചു കൊടുത്തുകൊണ്ട് ഈ ചിതലിനെ തിന്നുന്നതിന്റെ ആ രസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷിയെ തന്റെ അച്ഛനും കൂട്ടുകാരുമൊക്കെ വിലക്കി. പക്ഷേ അവരുടെ വിലക്കിൽ നിന്നൊന്നും മുക്തി നേടാൻ നമ്മുടെ പക്ഷിക്കായില്ല. കാരണം ചിതലിനെ തിന്നാനുള്ള അടങ്ങാത്ത ആഗ്രഹമായിരുന്നു പക്ഷിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇത്രയുമാണ് നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി 2ാമത്തെ പാർട്ടിലേക്ക് പോകാം. പേജ് 19 നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. വായിച്ചു തുടങ്ങാം. ലേക്കിൻ ഐസ കിത്തനെ ദിനം തക്ക് ചൽത്ത. പക്ഷേ ഇപ്രകാരം കിത്തനെ ദിനോം തക്ക് ചൽത്ത, എത്രത്തോളം, കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നുപോയി. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഗഡ്തി ചലി ഗയി. അങ്ങനെ നമ്മുടെ യുവാവായ പക്ഷിയുടെ പങ്കോം കി സംഖ്യ, പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക് എന്നാണ് അർത്ഥം. പങ്കോം കി സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണം, ചിറകുകളുടെ എണ്ണം. ലഗാതാർ എന്ന് പറഞ്ഞാൽ ക്രമേണ. ഗഡ്തി ചലി ഗയി, അങ്ങനെ ക്രമേണ നമ്മുടെ പക്ഷിയുടെ ചിറകിന്റെ, തൂവലിന്റെ എണ്ണം കുറയാൻ തുടങ്ങി. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാവായ പക്ഷിക്ക് ഉയരത്തിലൂടെ പറക്കുന്ന സമയത്ത്, ഊഞ്ചായിയും എന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നാണ്, ഉയരത്തിലൂടെ പറക്കുന്ന സമയത്ത് അപ്പന സന്തുലൻ സാധ് നഹീൻ സക്ത, തന്റെ സന്തുലൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് എന്നാണ്. തന്റെ ആ ബാലൻസിനെ സാധ് നഹീൻ സക്ത, നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ പക്ഷി എന്ത് ചെയ്യാണ്? തൂവല് കൊടുത്തിട്ട് ചിതലിനെ വാങ്ങി കഴിക്കുകയാണ്. അങ്ങനെ ശരീരത്തിൽ നിന്നും തൂവലുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് തന്നെ പക്ഷിക്ക് ചിറകടിച്ചു പറക്കാൻ സാധിക്കുമായിരുന്നില്ല. ന ബഹുത്ത് സമയത്തക്ക് പങ്ക് ഉസേ സഹാര ദേ സക്തേ. അതുകൊണ്ട് തന്നെ കുറെ സമയം വരെ പക്ഷിക്ക് തന്റെ ചിറകിനെ, സഹാര എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക എന്നാണ്, ചിറകിനെ ആശ്രയിക്കാൻ കഴിഞ്ഞില്ല. ആകാശ് യാത്രയ്ക്ക് ദൗരാൻ, അങ്ങനെ ആകാശത്തിലൂടെ യാത്ര പോകുന്ന സമയത്ത് ജൽദി ജൽദി പഹാഡി ചട്ടാനോ പർ, ഇടക്കിടക്ക് നമ്മുടെ പക്ഷി എന്തു ചെയ്യും? പഹാഡി ചട്ടാനോം, പഹാഡി ചട്ടാൻ പർവ്വതത്തിലെ ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറക്കെട്ട് എന്നാണ്. പർവ്വതത്തിലെ പാറക്കെട്ടുകളിലും, പേടോം കി ചോടിയാം, മരത്തിന്റെ കൊമ്പുകളിലും, ചോടി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് എന്നാണ് അർത്ഥം, കൊമ്പുകൾ എന്നാണ് അർത്ഥം, മരത്തിന്റെ കൊമ്പുകളിലും, ഗുംബദ് എന്ന് പറഞ്ഞാൽ താഴികക്കുടം എന്നാണ്. നമ്മൾക്കറിയാം, ആരാധനാലയത്തിന്റെ മുകളിലൊക്കെ കാണുന്ന അതിനാണ് താഴികക്കുടം അല്ലെങ്കിൽ ഗുംബദ് എന്ന് പറയുന്നത്. ഓർ ബുർജ് പർ ഹാംഫത്തെ ഹുയെ ബൈട്ട് ചാന പടുത്ത. കൂടാതെ ബുർജ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഗോപുരം എന്നാണ്. അങ്ങനെ താഴികക്കുടങ്ങളിലും ഗോപുരങ്ങളിലും മരത്തിന്റെ കൊമ്പിലും വലിയ വലിയ പർവ്വതങ്ങളിലെ പാറക്കെട്ടുകളിലുമൊക്കെ നമ്മുടെ പക്ഷി ഹാംഫത്തെ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട് ബൈട്ട് ചാന പടുത്ത, ഇരിക്കാൻ തുടങ്ങി. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. ഈ സമയത്ത് പക്ഷി കണ്ടതെന്താണ്? തന്റെ അച്ഛനും
തന്റെ മിത്രങ്ങളുമൊക്കെ ഉസ്കെ പാരിവാർ വാലേം അവരുടെ കുടുംബ സുഹൃത്തുക്കളുമൊക്കെ തഥാ മിത്ര ഊഞ്ചായും മിത്രങ്ങളുമൊക്കെ താഴ്ത്തെ ഹുയെ വളരെയധികം നീന്തിക്കൊണ്ട് ആകെ ബടിജാത്തെ ഹൈം അവര് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമ്മളുടെ ഈ പക്ഷി കാണാനിടയായത്. ബഹുത്ത് പിച്ചട് ജാത്ത നമ്മുടെ പക്ഷി മാത്രം വളരെയധികം പിറകിലാണുള്ളത്. പിച്ചട് എന്ന് പറഞ്ഞാൽ പിറകിൽ എന്നാണ് അർത്ഥം. വളരെയധികം പിറകിലാണുള്ളത്. ഫിർ ബി ദീമകോം ഗാനെ കാ ഉസ്കാ ഷൗക്ക് കം നഹീ ഹുവ. എന്നിട്ടും, ഫിർ എന്ന് പറഞ്ഞാൽ എന്നിട്ടും എന്നാണ്. എന്നിട്ടും ദീമകോം ലെ ചിതലിനെ തിന്നാനുള്ള ആ ഗാനേക്ക ഉസ്ക ഷൗക്ക് എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത ആഗ്രഹം, താല്പര്യം, കം നഹി ഹുവ, പക്ഷിക്ക് അതിൽ ഒരു കുറവും സംഭവിച്ചില്ല. ദീമകോം കെ ലിയെ ഗാഡി വാലേക്കോ വഹ് അപ്പിനെ പങ്ക് തോട് കർ ദേത്താ രഹ. ആ ചിതലിനെ തിന്നാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് കൂട്ടുകാരെ നമ്മുടെ പക്ഷി എന്താ ചെയ്തതെന്നറിയുമോ? ഓരോ ദിവസവും പക്ഷി ഈ കാളവണ്ടിക്കാരന്റെ അടുത്ത് വന്നിട്ട് തന്റെ തൂവലിങ്ങനെ പറിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷിയുടെ ആ ഒരു മടി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷിക്ക് വളരെ സുഖകരമായിട്ട് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യം എന്താണ്? തന്റെ ശരീരത്തിൽ നിന്നും ചിറക് എടുക്കുക, ചിതലിനെ മേടിക്കുക. ഇതായിരുന്നു ഈ പക്ഷിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ചിന്ത. നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നു, ഫിർ ഉസ്നെ സോച്ചാക്കി, അങ്ങനെ നമ്മുടെ പക്ഷി ചിന്തിച്ചു, ആസ്മാൻ മേ ഉഡനാഹി ഫിജൂൽ ഹേ, ആകാശത്ത് പറക്കുന്നത്, ആകാശത്ത് ഇങ്ങനെ പറന്ന് തീറ്റ തേടുന്നതുമൊക്കെ ഒരു ഫിജൂലാണ്. ഫിജൂൽ എന്ന് പറഞ്ഞേക്കാണെങ്കിൽ വ്യർത്ഥമാണ്, ഒരു കാര്യമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മുടെ പക്ഷി വിശ്വസിച്ചു. വഹ് മുർഗ് കാം ഹേ, ഇത് വിഡ്ഢികളുടെ ജോലിയാണ് എന്നാണ് നമ്മുടെ പക്ഷി വിശ്വസിച്ചത്. ഉസ്കി ഹാലത്ത്, പക്ഷേ നമ്മുടെ യുവാവായ പക്ഷിയുടെ ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? അബു വഹ് ആസ്മാൻ മേ ഉഡ്ഹി നഹീ സക്താദ, ഇപ്പോൾ നമ്മുടെ യുവാവായ പക്ഷിക്ക് ആകാശത്തിലൂടെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുമായിരുന്നില്ല. ഒരിക്കലും ആകാശത്തിലൂടെ പറക്കാൻ നമ്മുടെ പക്ഷിക്ക് കഴിയുന്നില്ല. വഹ് സിർഫ് കേവലം വഹ് ഏക് പേഡ് സേ ഉഡ്കർ ദൂസരെ പേഡ് തക്ക് പഹുഞ്ച് ജാത്ത, ഉയരത്തിൽ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന നമ്മുടെ പക്ഷി തന്റെ തൂവൽ കൊടുത്തു ഇപ്പോൾ എന്താണ് പക്ഷിയുടെ അവസ്ഥ എന്ന് പറയുന്നത്? ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് പറക്കാൻ മാത്രമേ നമ്മുടെ ഈ പക്ഷിക്ക് സാധിക്കുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗയി, അങ്ങനെ പതുക്കെ നമ്മുടെ പക്ഷിയുടെ ആ ശക്തിയും കുറഞ്ഞു വന്നു. ഉയരത്തിൽ പറന്നിരുന്ന പക്ഷി മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്കായിരുന്നു. ഇപ്പോൾ അതിനു പകരം ഏക് സമയ വഹ് ആയ ജബ് വഹ് ബടി മുഷ്കിൽ സെ പേട് की एक टाल से लगी हुई दूसरी टाल पर चलकर फूद कर पहुंचता. ഇപ്പോൾ നമ്മളുടെ പക്ഷിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ഒരു സമയം നമ്മുടെ പക്ഷി ചെയ്യുന്നത് ബടി മുഷ്കിൽ സെ, അങ്ങനെ ഒരു സമയം വന്നു നമ്മുടെ പക്ഷി വളരെ പ്രയാസത്തോടുകൂടി ഇപ്പോൾ പേട് की एक टाल से, ഒരു മരത്തിന്റെ തന്നെ ഏക് ടാൽ സെ, ഒരു കൊമ്പിൽ നിന്നും ദൂസരി ടാൽ പർ, മറ്റൊരു കൊമ്പിലേക്ക് ചൽക്കർ പറന്ന് ഫൂദ്കർ പഹുഞ്ചന, എങ്ങനെയാണ് വളരെയധികം ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന ഈ പക്ഷി ഇപ്പോൾ പറക്കുന്നതിന് പകരം ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടി വീഴുകയാണ് ചെയ്യുന്നത്. ഫൂദ്കർ എന്ന് പറഞ്ഞാൽ ചാടി വീഴുക എന്നാണ്. ലേക്കിൻ ദീമക് ഗാനേക്ക ഷൗക്ക് നഹീൻ ചൂട, എന്നിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്നിട്ടും ദീമകെ ഗാനേക്ക ഷൗക്ക് നഹീൻ ചൂട, ചിതലിനെ തിന്നാനുള്ള പക്ഷിയുടെ ആ അടങ്ങാത്ത ആഗ്രഹത്തിന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. നഹീൻ ചൂട എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ, ആ ആഗ്രഹത്തെ വിട്ടുകളയാൻ നമ്മുടെ പക്ഷി ശ്രമിച്ചില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്, ബീച്ച് മേ ഗാഡിവാല ബുത്താ ദേ ജാത്ത, അങ്ങനെ ഇരിക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ കാളവണ്ടിക്കാരൻ ബുത്താ ദേ ജാത്ത, നമ്മുടെ പക്ഷിയെ, ബുത്ത എന്ന് പറഞ്ഞാൽ പറ്റിക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കാളവണ്ടിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പക്ഷിയെ കബളിപ്പിക്കാൻ തുടങ്ങി.
പക്ഷി വഹ് കഹി നസർ മേ നാത്ത, അയാൾ എവിടെ നോക്കിയാലും കാണാത്ത അവസ്ഥയാണ്. പക്ഷി കൃത്യമായി ഓരോ ദിവസവും തന്റെ ചിറക് പറിച്ചു കൊടുത്തുകൊണ്ട് ചിതലിനെ തിന്നാനുള്ള ആഗ്രഹവുമായി പക്ഷി ഇരിക്കുന്ന സമയത്ത്, ചില സമയത്ത് നമ്മുടെ ഈ കാളവണ്ടിക്കാരൻ എന്തു ചെയ്യും? അയാളെ എവിടെ നോക്കിയാലും പക്ഷി കാണില്ല. നസർ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ, ആ കാഴ്ചയിലേക്ക് വരില്ല. പക്ഷി ഉസ്കെ ഇന്തിസാർ മേ ഗുൽത്താ രഹത, പക്ഷി വളരെ പ്രതീക്ഷയോടുകൂടി, ഇന്തിസാർ മേ ഗുൽത്താ രഹത എന്ന് പറഞ്ഞാൽ വളരെ കാത്തിരിപ്പ് കൊണ്ട് നമ്മുടെ പക്ഷി, ഗുൽത്ത എന്ന് പറഞ്ഞാൽ ഉരുകുക എന്നൊക്കെയാണ്. കാത്തിരിപ്പ് കൊണ്ട് പക്ഷി ഉരുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ, ആ കളവണ്ടിക്കാരനെ ഇന്ന് കണ്ടില്ലെങ്കിൽ തന്റെ അവസ്ഥ എന്താവുമെന്ന് പക്ഷിക്ക് വളരെയധികം അറിയാം. കാരണം എന്താണ്? ആ കാളവണ്ടിക്കാരൻ ഉണ്ടെങ്കിലേ പക്ഷിക്ക് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തന്റെ വിശപ്പടക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു അവസ്ഥയിലെത്തിപ്പോയി നമ്മുടെ ഈ യുവാവായ പക്ഷി. എന്താണ് അതിന് കാരണം? പക്ഷി തന്നെ വരുത്തിവെച്ച വിനയാണ്. സ്വന്തം ശരീരത്തിൽ നിന്നും തൂവൽ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു പക്ഷിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പറക്കുക എന്ന കഴിവാണ്. തന്റെ ആ പറക്കുക എന്ന കഴിവിനെ പക്ഷി സ്വയം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടായത്. ലേക്കിൻ ധീമകോം കാ ഷൗഖ് ജോ ഉസേദ, എന്നാൽ ചിതലിന് തിന്നാനുള്ള ആഗ്രഹം നമ്മുടെ പക്ഷിക്കായിരുന്നു ഉണ്ടായിരുന്നത്. കാളവണ്ടിക്കാരനേക്കാൾ കൂടുതൽ ഈ ചിറക് കൊടുത്ത് ചിതലിനെ വാങ്ങുക എന്ന കാര്യം നമ്മുടെ പക്ഷിക്കാണ് നിറവേറേണ്ടത്. ഉസ്നെ സോച്ച, അങ്ങനെ ഇരിക്കെ നമ്മുടെ പക്ഷി ചിന്തിച്ചു, മേ ഗൂദ് ദീമകേം ടൂഡുങ്ക, എന്തുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ദീമക് ചിതലുകളെ തിരഞ്ഞുകൂടാ? ഗൂദ് എന്ന് പറഞ്ഞാൽ സ്വയം എന്നാണ്. എന്തുകൊണ്ട് തനിക്ക് സ്വയം ഈ ചിതലിനെ തിരഞ്ഞുകൂടാ എന്ന് നമ്മുടെ പക്ഷി ചിന്തിച്ചു. ഇസ്ലിയെ വഹ് പേഡ് പർ സെ ഉതർക്കർ ജമീൻ പർ ആ ഗയ, അങ്ങനെ നമ്മുടെ പക്ഷി എന്ത് ചെയ്തു? അതുകൊണ്ട് പക്ഷി പേഡ് പർ സെ ഉതർക്കർ, ഒരു മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി, ജമീൻ പർ ആ ഗയ, അങ്ങനെ മരത്തിന്റെ കൊമ്പിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഓർ ഗാസ് കെ ഏക് ലഹരാത്തെ ഗുച്ഛേ മേ സിമട്ട് കർ ബൈഠ് ഗയ, അങ്ങനെ ഒരു ഗാസ് കെ ഏക് ലഹരാത്തെ ഗുച്ഛേ, ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല്, ചെടി എന്നൊക്കെയാണ്. പുല്ലിന്റെ ഏക് ലഹരാത്തെ, ലഹരാത്ത എന്ന് പറഞ്ഞാൽ ഇളകുക എന്നാണ്. ഇളകിക്കൊണ്ടിരിക്കുന്ന ഗുച്ഛേമേ, ഒരു കൂട്ടം, ചെടിയുടെ അല്ലെങ്കിൽ പുല്ലിന്റെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ സിമട്ട് കർ ബൈഠ് ഗയ, പക്ഷി ഒതുങ്ങിക്കൂടി ഇരുന്നു. എന്തുകൊണ്ടായിരിക്കും ഈ പുല്ലിന്റെ കൂട്ടത്തിൽ പക്ഷി ഒളിച്ചിരിക്കാൻ കാരണം? തന്റെ ശരീരത്തിൽ നിന്നും ചിറകുകൾ, തൂവലുകളൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ യുവാവായ പക്ഷിയുള്ളത്. ഫിർ എക് ദിൻ ഉസ് പക്ഷി കെ ജി മേ ന മാലൂം ക്യായ, എന്തുകൊണ്ടാണ് പക്ഷിക്ക് ഇങ്ങനെ തോന്നിയതെന്നറിയില്ല. ഒരു ദിവസം നമ്മുടെ പക്ഷിക്കൊരു തോന്നലുണ്ടായി. ഏക് ദിൻ ഉസ് പക്ഷി ജി മേ ന മാലൂം ക്യാ ആയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പക്ഷിക്ക് ഇങ്ങനെ തോന്നിയതെന്നറിഞ്ഞില്ല. വഹ് ഗൂബ് മെഹനത്ത് സെ, അവൻ വളരെയധികം, മെഹനത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്നാണ്, ഹാർഡ് വർക്ക്, വളരെയധികം പരിശ്രമത്തോടുകൂടി ജമീൻ മേ സെ ദീമകേം ചുൻ ചുൻകർ, ആ ഭൂമിയിൽ നിന്നും ചിതലുകളെ ചുൻ ചുൻകർ, തന്റെ ചുണ്ടുകൊണ്ട് തിരഞ്ഞെടുത്തുകൊണ്ട് ശേഖരിച്ചുകൊണ്ട്, ഗാനേക്കെ ബജായ്, സാധാരണ എന്താ ചെയ്യാ? കാളവണ്ടിക്കാരന് തൂവല് കൊടുക്കുന്നു, 2 ചിതലിനെ വാങ്ങുന്നു, കഴിക്കുന്നു, പോകുന്നു. പക്ഷെ അതിനു പകരം നമ്മളുടെ യുവാവായ പക്ഷിക്കൊരു തിരിച്ചറിവുണ്ടായി. അവൻ ചെയ്തതെന്താണെന്നറിയോ? വളരെ പരിശ്രമത്തോടുകൂടി ജമീൻ മേസെ, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട്, ദീമകോൻ ചുൻ ചുൻകർ, ചിതലുകളെ ഓരോന്നായി ചുൻ ചുൻകർ പെറുക്കിയെടുത്ത്, ഗാനേക്കെ ബച്ചായി, സാധാരണ കഴിക്കുകയാണ് ചെയ്യുക, ഭക്ഷിക്കുന്നതിന് പകരം ഉനെ ഇക്ഠഡ കർനെ ലഗ, ആ ചിതലുകളെ അവൻ ശേഖരിക്കാൻ തുടങ്ങി. ഇക്ഠഡ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക എന്നാണ് അർത്ഥം. അബ് ഉസ്കെ പാസ് ദീമകോം കെ ഠേർ ഹോ ഗയേ, അങ്ങനെ
നമ്മുടെ പക്ഷിയുടെ പക്കൽ അനേകം ചിതലുകളുടെ കൂട്ടമുണ്ടായി. ഠേർ എന്ന് പറഞ്ഞാൽ കൂട്ടമെന്നാണ്. അങ്ങനെ നമ്മുടെ പക്ഷി ധാരാളം ചിതലുകളെ ശേഖരിച്ച് തന്റെ പക്കൽ വെച്ചു. ഫിർ എന്നിട്ട് ഏക് ദിൻ ഏകായേക്, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഏകായേക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഡൻലി, അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വഹ് ഗാഡിവാല ദിഖായി ദിയ, നമ്മുടെ പക്ഷി ആ കാളവണ്ടിക്കാരനെ നേരിട്ട് കണ്ടു. കുറെ ദിവസങ്ങളായി തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആ കാളവണ്ടിക്കാരനെ നമ്മുടെ പക്ഷി നേരിട്ട് കണ്ടു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, നമ്മുടെ പക്ഷിക്ക് വളരെയധികം സന്തോഷമായി. ഉസ്നെ പുകാർ കർ കഹ, ആ കാളവണ്ടിക്കാരനെ ദൂരെ നിന്ന് കണ്ടപ്പോ തന്നെ നമ്മുടെ പക്ഷി കാളവണ്ടിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു. പുകാർക്കർ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഗാഡിവാലേ, ഓ ഗാഡിവാലേ, കാളവണ്ടിക്കാരാ, ഏ കാളവണ്ടിക്കാരാ, മേൻ കബ് സെ തുമാരാ ഇന്തിസാർ കർ രഹാ ദാ, ഞാൻ എത്ര സമയമായി നിങ്ങളുടെ വരവും കാത്തിരിക്കുകയാണ് എന്ന് കാളവണ്ടിക്കാരനോട് നമ്മളുടെ പക്ഷി പറഞ്ഞു. പഹ്ജാനി ആവാസ് സുൻകർ ഗാഡിവാല രൂക്കുകയാ, പരിചയമുള്ള ഒരു ശബ്ദം കേട്ടപ്പോ നമ്മുടെ കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കി, അവിടെ നിന്നു. രൂക്കന എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്. പരിചിതമായൊരു ശബ്ദം കേട്ട സമയത്ത് നമ്മുടെ കാളവണ്ടിക്കാരൻ അവിടെ നിന്നു. തപ്പു പക്ഷിനെ കഹ, ഈ സമയത്ത് നമ്മുടെ പക്ഷി പറഞ്ഞു, തേക്കോ മേനെ കിത്തനി സാരി ദീമകവും ജമാ കർലി ഹെ, നോക്കൂ ഞാൻ എത്ര ചിതലുകളെയാണ് ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടോ. ജമ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക എന്ന. ഞാൻ എത്രത്തോളം ചിതലുകളെയാണ് ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് കാളവണ്ടിക്കാരനോട് നമ്മുടെ പക്ഷി പറഞ്ഞു. ഗാഡിവാലേക്കോ പക്ഷിക്ക് ബാത്ത് സമജ് മേ നഹി ആയി, നമ്മുടെ കാളവണ്ടിക്കാരന് പക്ഷി പറഞ്ഞ കാര്യം അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സമജ് മേ നഹിയുമായി, സമച്ചിന എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നാണ്. നമ്മുടെ പക്ഷിക്ക് മനസ്സിലായി. പക്ഷി പറഞ്ഞ കാര്യം കാളവണ്ടിക്കാരന് മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തിന കഹ, അദ്ദേഹം കേവലം ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. തോ മേ ക്യാ കരു, അതിന് ഞാൻ എന്തു വേണം? നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന് കാളവണ്ടിക്കാരൻ പക്ഷിയോട് ചോദിച്ചു. യേ മേരി ദീമകെ ലേലോ ഓർ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ, ഇതാ നിങ്ങൾക്ക് ഞാൻ ചിതലിനെ തരാൻ പോകുകയാണ്. മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? എന്റെ പക്കൽ നിന്നും നിങ്ങൾ മേടിച്ചിട്ടുള്ള എന്റെ ചിറക് അല്ലെങ്കിൽ എന്റെ തൂവലിൽ എനിക്ക് തിരിച്ചു തരണം. പക്ഷിനെ ജവാബ് ദിയ, പക്ഷി ആ കാളവണ്ടിക്കാരനോട് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഏ മേരി ദീമകയിലോ മേരെ പങ്ക് മുझे വാപ്പസ് കർ ദോ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ ചിതലിനെ തിരിച്ചു തരാം, നിങ്ങൾ എനിക്ക് എന്റെ ചിറക് തിരിച്ചു തരണമെന്ന് പക്ഷി പറഞ്ഞു. ഗാഡിവാല ടട്ടാക്കർ ഹംസുപട, ഈ സമയത്ത് നമ്മുടെ കാളവണ്ടിക്കാരൻ എന്ത് ചെയ്തു? ചിരിച്ചു, ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ഹാംസിന എന്ന് പറഞ്ഞ ചിരി എന്നാണ്. ടട്ടാക്കർ ഹംസിന എന്ന് പറഞ്ഞ ഉച്ചത്തിൽ ചിരിക്കുക, പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉസ്നെ കഹ, അദ്ദേഹം പറഞ്ഞു, ബെഫൂഫ് മേ ദീമകോं के बदले पंग लेता हूं, पंग के बदले दीमक नहीं, വിഡ്ഢി, മേ ദീമകെ ബദലെ പങ്ക് ലേത്താ ഹും, ഞാൻ എന്താണ് സാധാരണഗതിയിൽ എന്താ ചെയ്യാറ്? ചിതലിനെ കൊടുത്തിട്ട് ഞാൻ തൂവൽ, ചിറക് ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യാറ്, അല്ലാതെ പങ്കെ ബദലെ ദീമക് നഹി, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാറില്ല, ഈ ചിറക് തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാറില്ല, ചിതലിനെ മേടിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഞാൻ സാധാരണഗതിയിൽ എന്താ ചെയ്യാറ്? ചിറക് മേടിച്ച് തൂവൽ വാങ്ങി ചിതലിനെ കൊടുക്കുകയാണ് ചെയ്യാറ്, അല്ലാതെ തിരിച്ച് ഞാൻ ചെയ്യാറില്ല എന്ന് കാളവണ്ടിക്കാരൻ പറഞ്ഞു. ഗാഡിവാലേനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാ താ, കാളവണ്ടിക്കാരന്റെ ആ മറുപടിയിൽ
പങ്ക് എന്ന വാക്ക് അദ്ദേഹം വളരെ ഊന്നിയാണ് പറഞ്ഞത്. ജോർ എന്ന് പറഞ്ഞാൽ ഊന്നി പറയുക, സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. ഗാഡിവാല ചലാഗയ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാളവണ്ടിക്കാരൻ തിരിച്ചുപോയി. പക്ഷി ചട്ടുപടാക്കർ രഹുകയ, നമ്മുടെ പക്ഷി ആകെ ഞെട്ടിപ്പോയി. പക്ഷി ചട്ടുപടാക്കർ രഹുകയ അല്ലെ, ഞെട്ടിപ്പോയി. തന്റെ മനസ്സാകെ ഉലഞ്ഞുപോയി. കാരണം എന്താ? പക്ഷിക്ക് തിരിച്ചറിവുണ്ടായ സമയത്ത് ചിന്തിച്ച കാര്യം ഇതാണ്: ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വാങ്ങിയ ആ ചിതലിനെയൊക്കെ തിരിച്ചു കൊടുത്താൽ എന്റെ ചിറക്, എന്റെ തൂവൽ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടിയിരുന്ന പക്ഷിക്ക് മറിച്ചാണ് സംഭവിച്ചത്. ഏക് ദിൻ ഏക് കാലി ബില്ലിയായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഏക് കാലി ബില്ലിയായി, ഒരു കറുത്ത പൂച്ച ആ വഴിക്ക് വന്നു. കാലി എന്ന് പറഞ്ഞാൽ കറുപ്പ്, ബില്ലി എന്ന് പറഞ്ഞ പൂച്ച, ഒരു കരിമ്പൂച്ച വന്നു. അപ്പനെ മൂഹുമേ ഉസേ ദബാക്കർ ചലികൈ. സംഭവിച്ചതെന്താ? തൂവലൊന്നുമില്ലാത്ത ഒരു ഇറച്ചി കഷ്ണം പോലെ കണ്ട ആ പക്ഷിയെ ആ കറുത്ത പൂച്ച എന്ത് ചെയ്തു? തന്റെ വായിൽ ഉസേ ദബാക്കർ അമർത്തിയിട്ട് ചലികൈ. ആ പൂച്ച അവിടെ നിന്ന് പോയി. തബൂസ് പക്ഷിക്ക ഗുൻ, ഈ കടിച്ച് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ പക്ഷിയുടെ ആ ഗുൻ എന്ന് പറഞ്ഞാൽ രക്തം എന്നാണ്. പക്ഷിയുടെ ആ രക്തം ടപക് ടപക് കർ ജമീൻ പർ ബൂതോം കി ലകീർ ബന രഹാദ. ഇറ്റി ടപക് ടപക് എന്ന് പറഞ്ഞ ഇറ്റി ജമീൻ പർ, ഭൂമിയിൽ, ബൂട്ടോം കി ലകീർ ബന രഹാദ. നമ്മുടെ ആ പക്ഷിയുടെ ആ രക്തം ഭൂമിയിലൂടെ അങ്ങനെ ബൂട്ടോം കി, ആ രക്തത്തുള്ളികളുടെ ലകീർ ബനാരക. ലകീർ എന്ന് പറഞ്ഞാൽ അടയാളം, വര എന്നൊക്കെയാണ് അർത്ഥം. അടയാളം അവിടെ കാണപ്പെട്ടു. ആ കരിമ്പൂച്ച, കറുത്ത പൂച്ച പക്ഷിയെ കടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന ആ വഴികളിലൊക്കെ നമ്മുടെ പക്ഷിയുടെ രക്തത്തിന്റെ തുള്ളികൾ ഒരു അടയാളം പോലെ അവശേഷിച്ചിരുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ ഒരു പക്ഷി ഓർ ദീമക് എന്ന് പറയുന്ന ഈ കഹാനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താണ് ഈ കഹാനിയിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ മനുഷ്യർ, നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ സമൂഹം, നമ്മളെല്ലാവരും ഒരു പക്ഷേ ഈ പക്ഷിക്ക് സമാനമാണ് എന്ന് പറയാം. നമ്മുടെ ചുറ്റിലുമുള്ള നന്മകളെയൊക്കെ മറന്നുകൊണ്ട് നമ്മൾക്ക് മാത്രം, എനിക്ക് മാത്രം, എന്റേത് എന്ന ചിന്ത മാത്രം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്ന ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട്. ഞാൻ എന്നതിൽ നിന്നും നമ്മൾ എന്നതിലേക്ക് എന്ന് ചിന്തിക്കുന്നുവോ അന്നാണ് മനുഷ്യന് യഥാർത്ഥ മനുഷ്യത്വം ജനിക്കുന്നത് എന്നൊരു ഓർമ്മക്കുറിപ്പ് കൂടെയാണ് ഈ ഒരു പക്ഷിയോർ ദീമകിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. സമൂഹത്തിൽ നല്ല രീതിയിൽ ഉറച്ച മനസ്സോടുകൂടി തികഞ്ഞ ചിന്തയോടെ മറ്റുള്ളവരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ കഥയിൽ നമ്മുടെ പക്ഷിക്കുണ്ടായ അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവില്ല. ഇതാണ് ഈ ഒരു കഥയിലെ സാരം. ഈ പാഠഭാഗം നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.